തീരെ വിട്ടുകൊടുക്കാതെ അതിന് വേണ്ടി തന്നെ അത്രയും മെനക്കെടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷനിലൊരു ട്രേഡ് വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് വരുന്നത്. അപ്പോൾ 23,800 പുട്ട് ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചത്. നമുക്ക് ഫ്ലാറ്റ് ട്രേഡിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. അവിടെ ഓൾറെഡി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു ട്രേഡ് നോക്കി, അതാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചത്. പക്ഷേ ആ ട്രേഡ് കിട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അത് ഏതായാലും നോക്കി നോക്കാം. എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. നല്ലൊരു മൊമെൻറ്റത്തിൽ പെട്ടെന്നാണ് മാർക്കറ്റ് കയറി വരുന്നത്. അവിടെ ടാപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഞാൻ കാണുന്നത്. ഏതായാലും നോക്കി നോക്കാം. ഇതിൽ ടാർഗറ്റ് നമുക്ക് ഈ ഒരു സ്വിംഗ് ലോ ഒക്കെ, ഈ ഒരു സ്വിംഗ് ലോയും ഡേ ലോയും തൊട്ടടുത്തടുത്താണ്. അപ്പോൾ ഇതിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ല. ആ സ്വിംഗ് ലോ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ലെവലിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ടാപ്പ് ചെയ്തില്ല. ഇന്ന് ഏതായാലും അത്യാവശ്യം നല്ല ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എൻട്രി നോക്കുന്നത്. അപ്പോൾ നല്ല ട്രേഡ് കിട്ടുമോ നോക്കാം. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ ഏകദേശം ഈ റേഞ്ചിലൊക്കെ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 6 പോയിൻറ്റ് SL-ഉം 30 പോയിൻറ്റ് ടാർഗറ്റ് വയ്ക്കും. 30 പോയിൻറ്റ് പ്രീമിയത്തിലല്ല ടാർഗറ്റ് വെക്കുന്നത്. പ്രീമിയത്തിൽ SL വെക്കുന്നുള്ളൂ. ടാർഗറ്റ് നമ്മൾ നിഫ്റ്റിയിലാണ്, നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടിൽ. ടാപ്പ് ഇല്ല, ടാപ്പ് ചെയ്തില്ല, തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. ഓക്കെ, ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം, ബൈ കൊടുക്കാം. പ്രീമിയം ഒരു പൊടിക്ക് മേലേക്ക് കയറി പോയിക്കണമെന്ന് ഡൗട്ടുണ്ട്. 194.45 191 നമ്മൾ നോക്കുന്ന സമയത്ത്. പക്ഷെ നമുക്ക് എൻട്രി ഇട്ടത് 194-ലാണ്. 194.45. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ഇട്ടത്. ആ ഒരു എഡ്ജിലേക്കല്ല നമുക്ക് എൻട്രി ഇട്ടത്. ചെറിയൊരു സ്പൈക്ക് പ്രീമിയത്തിൽ വന്നു പോയിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴേക്ക്. കുഴപ്പമില്ല, ഇപ്പം ചെറിയ ബ്രേക്ക് ഈവനിലാണ് കിടക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം, മാർക്കറ്റ് ഒരു പൊടിക്കും താഴേക്ക് ഇറങ്ങിയാൽ SL അടിച്ചു. അതേപോലെ തന്നെ വരുന്നുണ്ട്. SL-ൻ്റെ അടുത്ത് SL അടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു. 2,350 ലോസാണ്. 10:45 എക്സിറ്റ്. ആകെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. 1 മിനിറ്റ് പോലും തയ്ച്ചില്ല ട്രേഡ്. നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ചിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. താഴേക്ക് വന്നു തന്നെയാണ് ചാൻസ്. ഇനിയിപ്പോൾ ഒരു എൻട്രി എടുക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് മേലത്തെ ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഡേലോ ടാർഗറ്റ് വെച്ചിട്ട് അടുത്തൊരു എൻട്രി നോക്കാം. പക്ഷെ മേലേക്ക് വരുമെന്നില്ല, ഉറപ്പില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കുറച്ചും കൂടെ മാർക്കറ്റ് മേലേക്ക് കയറിയിട്ട് തൊട്ടടുത്ത ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേ സ്ട്രൈക്കിൽ, ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഇതേ സ്ട്രൈക്കിൽ തന്നെ 23,800-ൽ തന്നെ നമുക്ക് അടുത്തൊരു ട്രേഡ് കൂടെ നോക്കാം. മാർക്കറ്റ് അത്യാവശ്യം നല്ല ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്ത്. 2 ഡേ ഹൈ ഒക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് താഴേക്ക് നോക്കാം. ഇവിടെ പൊസിഷൻസൊക്കെ ഏതായാലും റെഡിയാക്കി വെക്കാം. 2 പേരാണെങ്കിൽ നമുക്ക് എടുക്കാം. ഈ സെയിം സ്ട്രൈക്ക് തന്നെയാണ്, സ്ട്രൈക്കിൽ മാറ്റമൊന്നുമില്ല. ഒരു ട്രേഡ് എടുത്തിട്ട് അത് SL അടിച്ച് അപ്പം തന്നെ വേറൊരു ട്രേഡ് എടുക്കുക അറിയുമ്പോൾ ചിലർക്ക് ചെറിയൊരിതുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ നോക്കില്ല. നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ SL അടിച്ചാൽ അപ്പം തന്നെ വേണമെങ്കിൽ എടുത്ത് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് ഞാൻ മാർക്കറ്റിൽ കാണൽ. അതല്ല, നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാനും റെഡിയാണ്. ഏതായാലും അവിടെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കും. നേരത്തെ ട്രേഡ് ടാർഗറ്റ് അടിക്കായിരുന്നെങ്കിൽ എത്ര കിട്ടും, അതിലും നല്ല കൂടുതൽ കിട്ടും. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി കുറവാണ് തോന്നുന്നു. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് തരുന്നുണ്ട്. നമ്മൾ SL ആണെങ്കിൽ ടിപ്പിലടിച്ച് പോവുകയും ചെയ്തു. നമ്മൾ എൻട്രി എടുത്ത കാര്യത്തിൽ ഒരു പൊടിക്കൊന്ന് മേലേക്ക് കയറി പോയിട്ടുള്ളൂ. നമ്മളെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് 94.45. അവിടുന്ന് കുറച്ചുകൂടെ താഴെ ഒരു 191, 92 ആ റേഞ്ചിലൊക്കെ ട്രേഡ് കിട്ടായിരുന്നെങ്കിൽ നമ്മൾ SL അടിക്കില്ല, 6 പോയിൻ്റ് അടിക്കില്ല. ഇനി നമുക്ക് ട്രേഡ് കിട്ടി കുറച്ച് മേലേക്ക് ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആ ഒരു ടിപ്പിലേക്ക് വന്ന് SL അടിച്ചിട്ട് കയറിപ്പോവുകയും ചെയ്തു. ഈ ഒരു ട്രേഡ് മേലേക്ക് കയറാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന് എനിക്കറിയാം. അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു എൻട്രി ഉണ്ടല്ലോ കുറച്ചുകൂടെ മേലേക്ക്, അവിടെ വരെ വന്ന് അത് ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ഇപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്ക് പോയി ടാർഗറ്റ് അടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയൊക്കെ അറിയാമെന്നുള്ള ബേസിൽ ഇവിടുന്ന് ചാടി കയറിയിട്ട് ഇനി ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും. മേലെ വന്നിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ.
എൻട്രി എസ് എൽ ടിപ്പിലടിച്ചതിന് ശേഷം ടാർഗറ്റിലേക്ക് പോകുമ്പോൾ ഇമോഷണലായിട്ട് വെറുതെ ആ ട്രേഡിൽ ചാടി കയറിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇത് പ്രോഫിറ്റ് കിട്ടിയെന്ന് വരും. ഇവിടുന്ന് ചാടി കയറി എൻട്രി എടുത്താൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടിയെന്ന് വരും. പക്ഷേ ആ പ്രോഫിറ്റ് കൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് കാര്യം ഉണ്ടായിരുന്നു വരും. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനോടൊരു ബെനിഫിറ്റും ഇല്ല. അത് നമുക്ക് ഭയങ്കര പ്രശ്നമാവുള്ളൂ. ഫുള്ള് നമ്മളെ ഈ പ്രോഫിറ്റ് അതിൻ്റെ ഡബിളായിട്ട് മാർക്കറ്റ് തിരിച്ചെടുക്കും നമ്മളെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെ ട്രേഡ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എസ് എൽ അടിച്ച് പോയി എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെ എസ് എൽ ടിപ്പിലടിച്ച് പോകുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതൊക്കെ ഒരു ശീലമായിക്കോളും. അങ്ങനെ നമ്മൾ ആ ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആ എസ് എൽ ടിപ്പിലടിച്ചിട്ടാണ് പോയത്. വേറെ എൻട്രിക്ക് വേണ്ടി നോക്കി, അത് കിട്ടിയില്ല. എസ് എൽ അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയി. നമ്മൾ എൻട്രി വന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ്. ഇനി ആ ക്യാൻഡിൽ എനിക്കൊന്ന് പ്രൈസ് 194 സംതിങ് ആയിരുന്നു. 194.4 അങ്ങനെ എന്തോ ആയിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അവിടുന്ന് കറക്റ്റ് ആ ടിപ്പിലാണ് എസ് എൽ അടിച്ച്. ഒന്ന് കുറച്ച് താഴേക്ക് വന്ന് ടിപ്പിൽ എസ് എൽ അടിച്ച് അതേപോലെ പറന്ന് കയറുകയും ചെയ്ത് നമ്മൾ ടാർഗറ്റ് അടിക്കുകയും ചെയ്ത് ഈ ഒരു ലെവലും നമ്മുടെ ഡേലോയും ഒക്കെ ടാപ്പ് ചെയ്ത്. സോ നമ്മുടെ ഡയറക്ഷനും കാര്യങ്ങളും നമ്മുടെ എൻട്രി ഏരിയ ഒക്കെ കറക്റ്റാണ്. പക്ഷേ ആ പ്രീമിയം ചെറിയൊരു സ്പൈക്കിലായിപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ ക്യാൻഡിൽ തന്നെ, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ആ ക്യാൻഡിൽ തന്നെ കുറച്ചും കൂടെ താഴേക്കായിരുന്നു പ്രീമിയം കിട്ടിയിരുന്നെങ്കിൽ, ഈ ഒരു ലെവലിലേക്കാണ് നമുക്ക് പ്രീമിയം കിട്ടിയിരുന്നെങ്കിൽ എസ് എൽ അടിക്കില്ലായിരുന്നു. അത് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയിക്കോളേനി. പക്ഷേ നമുക്ക് പ്രീമിയം കുറച്ചൊരു സ്പൈക്കിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ എസ് എൽ കറക്റ്റ് ടിപ്പിൽ അടിച്ചിട്ട് സാധനം കയറി പോവുകയും ചെയ്തു. സോ അത്രയും നമ്മൾ എൻ്റെ അടുത്ത ആ ക്യാൻഡിൽ തന്നെയാണ് അടിച്ചത്. 10.45 ആ ഒരു ക്യാൻഡിൽ തന്നെയാണ് എസ് എൽ അടിച്ചത്. ആ 45 ക്യാൻഡിൽ വീണ്ടും ഒന്നും കൂടെ താഴേക്ക് വന്ന ടൈമിൽ എസ് എൽ അടിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും യൂട്യൂബിൽ വരാറുള്ള കമൻറ്റും എനിക്ക് മെസ്സേജ് ഒക്കെ ആൾക്കാർ ചോദിക്കാനുള്ള സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ എസ് എൽ കൂട്ടി വെച്ച് ഇവിടെ ഒരു 6 പോയിൻറ്റ് വെക്കുക, 6 പോയിൻറ്റ് കറക്റ്റ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്കുന്നത് കുറച്ചൊന്നും കൂടി ഒരു 10 പോയിൻറ്റ് വെച്ചിട്ടാണെങ്കിൽ അടിക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡല്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചുകൊണ്ട് നാളെ 10 പോയിൻറ്റ് കൂട്ടി വെച്ചായിരിക്കാം, നാളെ 10 പോയിൻറ്റ് വെച്ച് നാളെ 10 പോയിൻറ്റിൽ ടിപ്പിലടിച്ച് പോയാലോ. അപ്പം എല്ലാവരും ഒരു 15 പോയിൻറ്റ് വെച്ചോ അല്ലെങ്കിൽ 20 പോയിൻറ്റ് വെച്ചോ, അങ്ങനെ 20 പോയിൻറ്റ് വെച്ച് ആയിരിക്കാം. അപ്പോൾ പിന്നെ അടുത്ത ടിപ്പിലടിച്ച് പോയാലും 30, 40 അങ്ങനെ എസ് എൽ കൂടി വരും. അപ്പം അങ്ങനെ വെക്കുന്നതിലൊരു അർത്ഥമില്ല. സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ളൊരു 10-20 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി നോക്കുക, അല്ലെങ്കിൽ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിട്ട് എത്ര പോയിൻറ്റ് എസ് എൽ വെച്ചാലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നത് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ട്രേഡ് പോകുന്നുണ്ട് വിചാരിക്കാം. ഒരു മാസം അല്ലെ 2 മാസത്തിലെ ടോട്ടൽ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 10 ട്രേഡ് ഇങ്ങനെ പോയിക്കണേയിരിക്കാം. 2 മാസത്തെ ഒരു 10 ട്രേഡ് ഇങ്ങനെ എസ് എൽ അടിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എസ് എൽ കുറച്ചൊന്ന് കൂട്ടി വെക്കാം. കാരണം 10 പോയിൻറ്റ് ഇങ്ങനെ 10 ട്രേഡൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ് എൽ കുറച്ചൊന്ന് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ അടിക്കുന്ന ട്രേഡ് കുറച്ച് ലോസ് കൂടും, എല്ലാ ട്രേഡിലും കുറച്ച് ലോസ് കൂടുന്നുണ്ടാവും. പക്ഷേ 10 ട്രേഡ് ഇങ്ങനെ ടാർഗറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 30 പോയിൻറ്റ് വെച്ചിട്ട് ഓരോ ട്രേഡിൽ കിട്ടും. സോ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എസ് എൽ മാറ്റാനും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരു ട്രേഡ് ഇങ്ങനെ പോയിൻ്റ് പേരിൽ ടാർഗറ്റോ അല്ലെങ്കിൽ എസ് എല്ലോ ഒന്നും മാറ്റാനൊന്നും നിൽക്കരുത്. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് ഏതായാലും അവിടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഇന്നെന്തായാലും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നോക്കുന്നത്, അപ്പ് സൈഡിൽ നോക്കുന്നില്ല. അത്യാവശ്യം നല്ല ഹയർ ടൈം ഫ്രീ ലിക്വിഡിറ്റിയൊക്കെ മേലെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താഴേക്ക് തന്നെയാണ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷേ താഴേക്ക് എൻട്രി ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റിയെ ടാപ്പ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിൻ്റെയൊക്കെ കഴിഞ്ഞ് ഇനി ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ, അവിടെ ടാപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും എത്തേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യണം. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് തന്നെ നല്ലൊരു ട്രേഡ് കിട്ടുമോ നോക്കി നോക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. അപ്പ് സൈഡിലേക്ക് ഏതായാലും നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നോക്കാം, ലെറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പ് സൈഡിലേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് എടുക്കാം. പക്ഷേ അപ്പ് സൈഡിലേക്ക് പ്രോബിലിറ്റി കുറവാണെന്ന്. ഓക്കെ, നിഫ്റ്റിയിൽ അടുത്തൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത സ്ട്രൈക്കിലാണ് 23,750 പുട്ട് ഓപ്ഷനാണ്. നേരത്തെ എടുത്തത് 23,800 ആണ് ഇനി. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. എൻട്രി എടുത്ത ടൈം നോക്കുകയാണെങ്കിൽ 11:51 എൻട്രി എടുത്തത്. 11:51 ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ക്യാൻഡിലാണ് പ്രീമിയത്തിലെ ഒരു ടിപ്പാണ്.
സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയൊരു ക്യാൻഡിലാണ്. ഈ ഒരു ഏരിയയാണ് ഞാൻ എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. 23,740.2. ഇവിടേക്ക് എത്തുന്ന സമയത്ത് മെല്ലെ മെല്ലെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം പെട്ടെന്നൊരു സ്പൈക്കാണ് മാർക്കറ്റിൽ വന്നത്. ആ ഒരു ക്യാൻഡിൽ ഹ്യൂജ് ക്യാൻഡിൽ പെട്ടെന്ന് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് എൻട്രി എടുത്തു അവിടെ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ. സോ ടാപ്പ് ചെയ്തതിന് ശേഷം മേലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. പ്രീമിയം ചാർട്ട് മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിലെ ടാർഗറ്റ് തൊട്ടടുത്ത് വേറെ ലെവൽസ് ഒന്നുമില്ല. ഉള്ള ലെവൽ ഡേലോ ആണ്. അവിടേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല 100 പോയിൻ്റ് ഉണ്ട്. കറക്റ്റ് 100 പോയിൻ്റ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കും. അടിക്കില്ല എന്നൊന്നും അറിയില്ല. നേരെ മേലെ കയറുകയാണെങ്കിൽ SL ആയിരിക്കും, അല്ല താഴേക്ക് കയറുകയാണെങ്കിൽ ടാർഗറ്റ് ആയിരിക്കും. അടിക്കുകയാണെങ്കിൽ എന്തായാലും അത്യാവശ്യം ഹ്യൂജ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ വേറെ ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും നിലവിലില്ല. അതുകൊണ്ട് നടക്കുന്നൊന്നും ഞാൻ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നില്ല. ചെറിയൊരു പ്രോഫിറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ലോസൊക്കെ കവർ ചെയ്ത് 1:2 റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡ് എന്താണെന്നുള്ളത്. അത്യാവശ്യം നല്ല ഹ്യൂജ് ട്രേഡാണ്, വലിയ ട്രേഡാണ്. SL അടിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതല്ല, ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ വലിയൊരു ട്രേഡായിരിക്കും. ഓക്കെ. നമ്മൾ 100 പോയിൻ്റൊക്കെ ടാർഗറ്റ് വെച്ചാൽ ട്രേഡ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പ്രീമിയം മാർക്കറ്റ് മേലേക്കും ചെറുതായിട്ട് കയറി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കയറിയിരുന്നു. ചെറിയൊരു സ്വിംഗ് ലോ എടുത്ത് പ്രോപ്പർ ലിക്വിഡിറ്റി ചെയ്ത് നല്ല ചെറിയൊരു സ്വിംഗ് ലോ എടുത്ത് അതേപോലെ മേലേക്ക് കയറി പോകുന്നുണ്ട്. അത് പെട്ടെന്ന് വന്ന് SL അടിക്കുക അറിയില്ല. പ്രീമിയത്തിൻ്റെ വരവ് കണ്ടിട്ട് നല്ലൊരു മൊമെൻ്റാണ് താഴേക്ക് വരുന്നത്. സോ പെട്ടെന്ന് SL അടിക്കുകയോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കയറി വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മുടെ ട്രേഡ് നല്ല ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സ് 30 പോയിൻറ്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ 1:5 ഒക്കെ അച്ചീവ് ആവാനായിട്ടുണ്ട്. ഇപ്പം ടച്ച് ചെയ്തിട്ടുണ്ട്. 1:5 ആയിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കിയാൽ അത്യാവശ്യം ഹ്യൂജ് പ്രോഫിറ്റ് 11,000 പ്രോഫിറ്റൊക്കെ ഉണ്ട് ആ ഒരു ട്രേഡ്. പിന്നെ മറ്റേ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ 8,000 9,000 റേഞ്ചിലൊക്കെ ഉണ്ട്. സോ പക്ഷേ നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല. ടാർഗറ്റ് ഇനിയും ഒരുപാട് പോകാണ്ട്. നമ്മളെ നിഫ്റ്റിയിലാണ് ടാർഗറ്റ്, ഇതിലല്ല, പ്രീമിയത്തിലല്ല. നിഫ്റ്റിയിൽ ഡേലോ ആണ് ടാർഗറ്റ് വെച്ചത് നമ്മൾ. സോ അവിടെ എത്തിയാലേ എക്സിറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ 1:5 ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഡേലോ എത്തുന്ന സമയത്ത് എത്ര പോയിൻ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതിലും കൂടുതലായിരിക്കും, പക്ഷേ എത്ര പോയിൻ്റ് ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ഡബിളൊക്കെ ഉണ്ടാകാൻ മതിയായിരിക്കും. ഇപ്പോൾ 10,000 11,000 ആണ്. ഇപ്പോൾ ചാർട്ട് നോക്കുന്ന സമയത്ത് പകുതിയാണല്ലോ മൂവ് ചെയ്ത്. അപ്പോൾ ഇനി പകുതിയും കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഡബിൾ വരാൻ മതിയാവും. ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ടാർഗറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ ട്രേഡ് ഏകദേശം ടാർഗറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഡേലോൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഡേലോ എന്ന് പറഞ്ഞത് 23,639.9 ആണ്. അവിടെ ടാപ്പ് ചെയ്തില്ല പറഞ്ഞ് ടാപ്പ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഓക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതിൽ ഇതെന്താ ചിലപ്പോൾ VPN ഓൺ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. VPN ക്യാപ് കട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് VPN ഓൺ ആക്കിയിടില്ല. VPNൻ്റെ സാധനം കാണാനില്ല. ഇപ്പം എന്താ പറ്റിയെന്ന് അറിയില്ല. ക്യാപ് കട്ടിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും VPN ഉപയോഗിക്കില്ല. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 29,000 ആണ് നമുക്ക് ഓവറോൾ പ്രോഫിറ്റ്. 30,000 അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ആ ഒരു ട്രേഡിൽ മാത്രമായിട്ട് നമുക്ക് 31,850 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ മറ്റേ ലോസ് ഫസ്റ്റ് ഉള്ള SLും കൂടെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 30,000 അടുത്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. 29,500. VPNൻ്റെ സാധനം ഇവിടെ എവിടെയും കാണാനില്ല. അത് ഓണാണെന്ന് തോന്നുന്നു VPN. അതുകൊണ്ടാണ് ചെറിയൊരു ഗ്ലിച്ച് വന്നത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇന്നത്തെ 2 ട്രേഡ് കഴിഞ്ഞ് ഫസ്റ്റ് ട്രേഡ് പെട്ടെന്ന് തന്നെ എടുത്ത് അപ്പം തന്നെ SL അടിച്ച്. സെക്കൻഡ് ട്രേഡ് വീഡിയോ റെക്കോർഡിംഗ് അല്ലേ? ഓക്കെ, വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മെനക്കെട്ട് പറഞ്ഞൊക്കെ വെറുതെ ആവും. സോ 11:51 എടുത്ത് 12:38 എക്സിറ്റ് ആയത്.
അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40-50 മിനിറ്റ്, 1 മണിക്കൂറിൻ്റെ അടുത്ത്, 1 മണിക്കൂറില്ല, 40-45 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സോ സെക്കൻഡ് ട്രേഡ് അത്യാവശ്യം നല്ല കിടിലൻ ട്രേഡാണ്. ഇനി അതിൽ നമുക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് 264 റേഞ്ചിലാണ് നമുക്ക് പ്രോഫിറ്റ് എക്സിറ്റ് ആയ പ്രൈസ്. 264 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ്. അത് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 81 പോയിൻറ്റ്സ് ഉണ്ട്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 264.6 264.6 അവിടെ കിടക്കട്ടെ. എന്തായാലും നമുക്കൊരു 1:14 ട്രേഡാണ് ഇരുന്നത്. 1:14 എന്നൊക്കെ പറഞ്ഞാൽ ഇനി 14 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലും നമുക്ക് ഈ പ്രോഫിറ്റ് പോകില്ല, ബ്രേക്ക് ഈവൻ എത്തുള്ളൂ. സോ നല്ല കിടിലൻ ട്രേഡാണ്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. 11:51 നമ്മൾ എൻട്രി ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻട്രി ആണ് ഈ ലിക്വിഡിറ്റീൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു പ്രീമിയത്തിൻ്റെ ചാർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ടിപ്പിലാണ് എൻട്രി വന്നത്. പ്രീമിയത്തിൽ ഡിപ്പിലാണ്, നിഫ്റ്റിയിൽ അത്ര ഡിപ്പിലോ ഇല്ല, പക്ഷേ പ്രീമിയത്തിൽ അത്ര എഡ്ജിലാണ് ഈ ഒരു ക്യാൻഡിലാണ്. പക്ഷേ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ അങ്ങനെ വെക്കുന്ന സമയത്ത് 6 പോയിൻ്റ് SL അടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് SL അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ മുന്നേ മാർക്കറ്റ് താഴെ വന്ന് മേലേക്ക് കയറുന്ന ടൈമിലാണ് കൊണ്ട് ഞാൻ ട്രേഡ് എടുത്തത്. ഓക്കെ, നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോഴേക്ക് ഒരു വിക്ക് ഉണ്ടാക്കി മേലേക്ക് കയറി പോയിട്ടുണ്ട്. ഏതായാലും എൻട്രി നല്ല അടിപൊളി കിടിലൻ എൻട്രിയാണ്. ഇനി ആ ചാർട്ട് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു യു ഷേപ്പ് മാർക്കറ്റാണ്, താഴെ വരെ വന്ന് ഇത്രയും മേലേക്ക് കയറി. അങ്ങനെ യു ഷേപ്പിലുള്ള മാർക്കറ്റിൽ ഏറ്റവും ടിപ്പിൽ അടിയെന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അതും ചെറിയ പോയിൻ്റ് SL, വെറും 6 പോയിൻ്റ് SL എടുത്തിട്ട് മേലെ വരെ നമ്മൾ ബുക്കും ചെയ്തു. ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് വരേണ്ടതാണ്, പക്ഷേ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ SL ടിപ്പിലടിച്ച് പോയതാണ് 6 പോയിൻ്റ് വെച്ചിട്ട്. പക്ഷേ ഇതിൽ 6 പോയിൻ്റ് വെച്ചിട്ട് 6 പോയിൻ്റ് അടിച്ചില്ല, അത്രയും ടിപ്പിൽ നിന്നാണ് എടുത്തത്. 6 പോയിൻ്റ് ജസ്റ്റ് SL ഉണ്ടായിരുന്നുള്ളൂ, അത് വന്ന് എടുത്തിട്ട് മേലെ കയറിപ്പോയി. ചാർട്ട് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. മീൻസ് അത്രയും വലിയൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യില്ല, ഇത്രയും ചെറിയ SL, ഇത്രയും ഹ്യൂജ് റിസ്ക് റിവാർഡിൽ. അത് പണ്ടൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് 30,000 റുപ്പീസാണ്. പണ്ടിൻ്റെ ക്യാപിറ്റൽ തന്നെ ആകെ 30,000 ഒക്കെയാണ് ഇതിന് ഉണ്ടാവില്ലേ. 25,000 30,000 ഒക്കെ വെച്ചിട്ടാണ് ഇനി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ട്രേഡ് എടുക്കല്. ആ ടൈമിലൊക്കെ ഇങ്ങനെയുള്ള എൻട്രീസൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ടിപ്പിൽ നിന്ന് എടുത്തിട്ട് ടിപ്പിൽ എക്സിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാർക്കറ്റിൽ ഇങ്ങനെ എടുക്കുന്ന എൻട്രി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. രാത്രിയൊക്കെ ഇരുന്ന് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്തതിനൊന്നും കയ്യും കണക്കില്ല. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങാതെയൊക്കെ രാത്രി ഫുൾ ടൈം ഇരുന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് രാവിലെ 5 മണി 6 മണി വരെ ഇങ്ങനെ ചാർട്ട് നോക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ ഉണ്ട്, ഓരോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിയത്. ഇന്നിപ്പോൾ ഇതാ ഒരു ഒറ്റ ട്രേഡിലാണ് 31,000 ഒക്കെ പ്രോഫിറ്റ് കിട്ടിയത്. സോ അന്നത്തെ സ്റ്റാർട്ടിങ് ഒരു 3-4 കൊല്ലം മുന്നൊക്കെ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ അത്രയും പ്രോഫിറ്റാണ് സിംഗിൾ ട്രേഡിൽ കിട്ടിയത്. ടോട്ടൽ ക്യാപിറ്റൽ അന്നത്തെ ലോസ് അല്ല ഞാൻ പറഞ്ഞത്, ടോട്ടൽ ക്യാപിറ്റലാണ്. ആ ടോട്ടൽ ക്യാപിറ്റലാണ് ഇന്ന് എനിക്കൊരു സിംഗിൾ ട്രേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയൊരു 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്ക് ഇപ്പം എൻ്റെ ക്യാപിറ്റൽ എത്രയാണോ, ഇപ്പം എൻ്റെ ശരിക്കുള്ള ക്യാപിറ്റൽ 4,50,000 ആണ്. ടോട്ടൽ റിസർവ് ഫണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ഞാൻ 4,50,000 ആണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിപ്ലോയ് ചെയ്യാൻ അത്രയൊന്നും ആവശ്യം വരില്ല. ആകെ 1.5 ലക്ഷം 1,25,000 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. സോ എന്തായാലും ടോട്ടൽ ക്യാപിറ്റൽ 4,50,000 ആണ്. അപ്പോൾ അന്നിൻ്റെ അടുത്ത് പണ്ട് എൻ്റെ അടുത്ത് ആകെ 30,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു. 30,000 50,000 ഒക്കെ വെച്ചിട്ടായിരുന്നു ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടായിന്. അപ്പോൾ ഇനി ഒരു 3-4-5 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഇപ്പോഴുള്ള ടോട്ടൽ ക്യാപിറ്റലൊക്കെ പ്രോഫിറ്റിൽ കിട്ടുന്ന ലെവലിലേക്കൊക്കെ ഉയരും. എൻ്റെ കൂടെ ട്രേഡിങ് പഠിച്ചവരല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ എൻ്റെ കൂടെ ട്രേഡിങ്ങിന് ഉണ്ടായിരുന്ന ആളുകളെല്ലാം എനിക്ക് തോന്നുന്നത് ആരും ഇല്ല ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന്. എല്ലാവരും വേറെ ഓരോരോ ഫീൽഡിലേക്ക് മാറി പോയി. ഈ ലോസ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പല ഫീൽഡിലേക്ക് മാറി പോയി. പക്ഷേ ഞാനന്നൊന്നും ട്രേഡിങ് തീരെ വിട്ടില്ല. ട്രേഡിങ് പല രീതിയിലുള്ള ലോസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് സൈക്കിളൊക്കെ മാറുന്നതനുസരിച്ചൊക്കെ പല സ്ട്രാറ്റജി ഉപയോഗിച്ച് നോക്കുമ്പോഴും പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ സഹിച്ച് പിടിച്ച് നിന്നിട്ട് പിന്നെ വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്ത് സ്ട്രാറ്റജി മാറ്റിയിട്ടൊക്കെയാണ് ഇപ്പോഴുള്ള ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ച് തീരെ നെവർ ഗിവ് അപ്പ് ആണ്. തീരെ വിട്ടുകൊടുക്കാതെ അതിന് വേണ്ടി തന്നെ അത്രയും മെനക്കെടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ എൻ്റെ PNL കാര്യങ്ങളൊക്കെ. ഒരു 2-3 കൊല്ലം മുന്നുള്ള ക്യാപിറ്റൽ ഇപ്പോഴത്തെ സിംഗിൾ ട്രേഡിലെ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. ചിലപ്പം ഈ ഒരു എമൗണ്ട് പല ആൾക്കാർക്കും ചെറിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം.
വലിയ വലിയ ക്യാപിറ്റലൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൽക്കൊക്കെ ചെറിയ ചെറിയ ക്യാപിറ്റൽ ചെറിയ പൈസ ആയിരിക്കും ഇത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനന്ന് സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ തന്നെ ഈ ഒരു റേഞ്ചിലാണ്. ആ ഒരു ക്യാപിറ്റൽ സിംഗിൾ ട്രേഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക വെച്ചാൽ അത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ നെവർ ഗിവ് അപ്പ്. നിങ്ങളെ എന്ത് ഡ്രീംസ് ആയാലും അതിൻ്റെ മേലെ മെനക്കെട്ട് പണിയെടുത്താൽ എന്താണെങ്കിലും നമുക്ക് ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇന്ന് ഏതായാലും ട്രേഡ്സ് ഒന്നുമില്ല, 2 ട്രേഡ് കഴിഞ്ഞ്. ഇനി 3 മണിയാകുമ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റൊക്കെ ക്ലോസ് ആയി. ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ട്രേഡ് തന്നെ ഉള്ളൂ. ഒരു ട്രേഡ് SL അടിച്ചതും വേറൊരു ട്രേഡ് ടാർഗറ്റ് അടിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ നോക്കിയതാണ്. എൻ്റെ ചാർട്ടും കാര്യങ്ങളെല്ലാം നോക്കിയതാണ്. അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻട്രി എടുക്കുന്നതിൻ്റെ റീസണും കൂടെ പറയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 2 ട്രേഡും ഇന്ന് പുട്ട് ഓപ്ഷനിൽ തന്നെയാണ് എടുത്തത്. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചത് 23,800 പുട്ട് ഓപ്ഷൻ, പിന്നെ 23,750 പുട്ട് ഓപ്ഷൻ. അപ്പോൾ റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 ലിക്വിഡിറ്റി ഏരിയൻ്റെ മേലെയാണ്. കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡലിൻ്റെ, അത് 2 ലിക്വിഡിറ്റി ഏരിയ ഞാൻ നോട്ട് ചെയ്ത ലെവൽസാണ്. അതിൻ്റെ 2ൻ്റെയും മേലെ 2 ലെവലും രാവിലെ തന്നെ പോയി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതുകൊണ്ടാണ് മെയിനായിട്ട് താഴത്തേക്ക് എൻട്രി കൺസിഡർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞത്. പിന്നെ ലോ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ നോക്കിയിട്ടാണ് എൻട്രി എടുത്തത്. ഫസ്റ്റ് എൻട്രി എവിടെ നിന്നായിരുന്നു? ഫസ്റ്റ് എൻട്രി ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ നിന്നാണ്. അവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള റീസൺ അവിടെ നിന്ന് താഴെ ലിക്വിഡിറ്റി അതുവരെ വേറെ എവിടെ നിന്ന് ടാപ്പ് ചെയ്തില്ല. ഈ ഡേലോ എന്ന് പറഞ്ഞതൊരു ലിക്വിഡിറ്റി ഏരിയ കൺസിഡർ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫാള് വന്ന് ഇവിടെ വരെ പോയി. പക്ഷേ ഇവിടെ ഡേലോ ടാപ്പ് ചെയ്തില്ല. ഡേലോ ടാപ്പ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ല, ഇവിടെ ഡേലോ ടാപ്പ് ചെയ്തില്ല. എൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുള്ളൂ. തൊട്ടടുത്ത് വരെ വന്ന് ധരിച്ച് കയറിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിലേക്ക് അടുത്ത 2 നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഫസ്റ്റ് ട്രേഡ് നോക്കിയത്. പക്ഷേ അത് നമ്മൾ ടിപ്പിൽ SL അടിച്ച് ടാർഗറ്റ് അടിച്ച് അതൊരു പൊടിക്കൂടെ പ്രീമിയം ഒരു ചെറിയ ഇതും കൂടെ ഉണ്ടായതിന് ചെന്ന് 2 ടാർഗറ്റ് ആവേനി ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് ആ ഒരു ട്രേഡിൽ നമുക്ക് കിട്ടിയേനി. പിന്നെ ഫസ്റ്റ് ട്രേഡ് ഞാൻ ഇവിടെ നിന്നാണ് കൺസിഡർ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി ആയിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ അവിടെ നിന്ന് എനിക്ക് പ്രോപ്പർ കൺഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച മാതിരില്ലേനി. അതുകൊണ്ട് അവിടെ നിന്ന് എൻട്രി എടുത്തില്ല. അവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിലും ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് എടുത്താലും ഇവിടുന്ന് SL അടിച്ചിട്ടേക്കും വരാം. അതുകൊണ്ട് അവിടെ നിന്ന് ട്രേഡ് എടുത്തില്ലേനി. പിന്നെ എടുത്തത് ഇവിടെ നിന്നാണ്. ടാർഗറ്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻട്രി എടുത്ത ഈ ചാർട്ട് ഇതിൽ നോക്കി ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി പഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം, ആ ഒരു ടൈമിനുള്ളിൽ പെട്ടെന്ന് ഇവിടുന്ന് ഒരു സ്പൈക്ക് വന്നുപോയി. ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കും. ഈ പ്രീമിയം അല്ല, 23,800 പക്ഷേ അവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചെറിയ സ്പൈക്ക് പെട്ടെന്ന് വന്ന് ആ ഒരു സ്പൈക്കിൽ പ്രീമിയം കയറി പോയതുകൊണ്ട് തന്നെ വീണ്ടും താഴേക്ക് വന്നപ്പം SL ടിപ്പിലടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയി. അപ്പോൾ അതാണ്. പിന്നീട് അടുത്ത ട്രേഡും നോക്കാനുള്ള റീസണും മെയിനായിട്ട് രാവിലെ എടുത്ത ലിക്വിഡിറ്റി തന്നെ. പിന്നെ ഇവിടെയും ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യില്ല. ഈ ഒരു ലെവലെന്ന് പറഞ്ഞത് 23 ലെവൽ ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ. അത് 23,639.6 ആണ്. 639.6. ഈ ഒരു ക്യാൻഡിൻ്റെ ലോ എന്ന് പറഞ്ഞത് 23,639.9 ആണ്. സോ ആ ഒരു ലോ ടാപ്പ് ചെയ്തില്ല. ഈ ഒരു ബ്ലൂ ലൈന് ഈ ക്യാൻഡിൽ ഒന്ന് ടാപ്പ് ചെയ്യില്ല. അതിന് തൊട്ടടുത്ത് വരെ വന്നുള്ളൂ. ആ ലൈന് ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ എൻട്രി എടുക്കില്ലായിരുന്നു. കാരണം താഴെയുള്ള ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മേലേക്ക് വരാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. മേലേക്ക് കയറി വന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ഒന്നിങ്ങനെ കളിച്ചിട്ടും മേലേക്ക് തന്നെ കയറി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ അഥവാ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് വന്നിട്ടാണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടോ. ഈ ഡേലോ വരെ വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ അതൊക്കെ അങ്ങനെയുള്ള റീസൺസ് കൊണ്ടൊക്കെയാണ് ഇന്ന് ട്രേഡ് എടുത്തത്. പിന്നെ സ്ട്രാറ്റജി ഫുള്ളായിട്ട് ഞാൻ പറയുന്നത് ശരിയില്ല. കാരണം ഞാൻ കോഴ്സിൽ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതങ്ങനെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ ഓരോട് ഞാൻ ചെയ്യുന്നൊരു തെറ്റല്ലത്. അതുകൊണ്ട് അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചാനലിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇനി നാളെ പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.